ഹലോ. അറബി സംസാരിക്കുന്നവർ നാട്ടിൽ പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുമ്പോൾ ഒരു ദിവസം ലീവ് എടുക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും? അതും ഫോർമലായിട്ടൊരു ലെറ്ററൊക്കെ എഴുതണം. ടെൻഷൻ വേണ്ട. ഇന്ന് നമ്മൾ അറബിയിൽ ഒരു പ്രൊഫഷണൽ ലീവ് ലെറ്റർ എങ്ങനെ എഴുതാമെന്ന് സിമ്പിളായി പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു പ്രശ്നം, പിന്നെ ആ ലെറ്ററിൻ്റെ ഒരു കീറിമുറിച്ചുള്ള പഠനം, കുറച്ച് പുതിയ വാക്കുകൾ, പിന്നെ ഒരു കിടിലൻ ഫോർമുല, അവസാനം നിങ്ങൾക്കൊരു പ്രാക്ടീസും. റെഡിയല്ലേ? എന്നാൽ തുടങ്ങാം. സെക്ഷൻ 1. ഒരു വിദ്യാർത്ഥിയുടെ പ്രശ്നം. നമ്മളൊക്കെ ലീവ് എടുക്കാറുണ്ട് അല്ലേ? പക്ഷെ ഒരു പുതിയ ഭാഷയിൽ, അതും അറബിയിൽ, ഫോർമലായിട്ട് അതെങ്ങനെ ചോദിക്കും? അതാണ് ഇവിടത്തെ ചോദ്യം. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് പെട്ടെന്നൊരു പനി വന്നു, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അറബിയിൽ എങ്ങനെ ഒരു ലീവ് ലെറ്റർ എഴുതും? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. ഇതാണ് ഫാരിസ് എന്ന നമ്മുടെ സുഹൃത്ത്. ഫാരിസിന് പനിയാണ്, സ്കൂളിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അവൻ ടീച്ചർക്കൊരു കത്തെഴുതി. ഈ കത്താണ് നമ്മുടെ ഇന്നത്തെ ഗൈഡ്. നമുക്കിതൊന്ന് ശരിക്കു നോക്കാം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 2, കത്തിൻ്റെ ഘടന. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫാരിസിൻ്റെ കത്തിനെ അങ്ങ് പോസ്റ്റ്മോർട്ടം ചെയ്യാണ്. ഓരോ ഭാഗവും എടുത്ത് പരിശോധിക്കാം. എന്താണ് ഒരു നല്ല ലീവ് ലെറ്ററിൻ്റെ രഹസ്യമെന്ന് നോക്കാം. ഒരു ഫോർമൽ ലെറ്റർ എപ്പോഴും തുടങ്ങേണ്ടത് ബഹുമാനത്തോടെയാണ്. ഇവിടെ നോക്കൂ, അസയ്യിദ്, അതായത് മിസ്റ്റർ, അല്ലെങ്കിൽ മുറബി അസ്വഫ് എന്ന് വെച്ചാൽ ക്ലാസ് ടീച്ചർ. അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. പിന്നെ തഹിയ്യത്തൻ തൊയ്യിബത്തൻ എന്നൊരു ആശംസയും. ഇതാണ് തുടക്കം. ആശംസ കഴിഞ്ഞാൽ പിന്നെ നേരെ കാര്യത്തിലേക്ക്. വളച്ചു കെട്ടൊന്നുമില്ല. ഉഖ്ബിറുക്കും എൽമൻ, അതായത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്തോ അറിയിക്കുന്നത്? ഉസിബത്തു ബിൽ ഹുമ്മ, എനിക്ക് പനി പിടിച്ചു. എപ്പോ തൊട്ട്? മുന്തു അംസ്, ഇന്നലെ മുതൽ. അതുകൊണ്ട് ഇന്നും നാളെയും വരാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ? സിമ്പിൾ. വിനയത്തോടൊരു അപേക്ഷ. അർജു മീൻ സിയാദത്തീക്കും, അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ ഓർഡർ ചെയ്യുകയല്ല, ചോദിക്കുകയാണ്. അതാണതിൻ്റെ ഒരു രീതി. തുടങ്ങിയതുപോലെ തന്നെ അവസാനിപ്പിക്കുന്നതും നല്ല ബഹുമാനത്തോടെ വേണം. വത്തഫല്ലലൂ ബി ഖബൂലി എന്നൊക്കെ പറയുന്നത് എൻ്റെ ബഹുമാനം സ്വീകരിച്ചാലും എന്ന രീതിയിലാണ്. ഇത് അറബി ഫോർമൽ ലെറ്ററുകളിൽ ഒരു സ്ഥിരം പ്രയോഗമാണ്. അവസാനം മുഖദ്ദിമുഹു ലക്കും, അതായത് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് പേരുവെച്ചാൽ സംഭവം കഴിഞ്ഞു. ശരി, അടുത്ത സെക്ഷൻ, ആവശ്യമായ വാക്കുകൾ. ഇങ്ങനൊരു ലെറ്റർ എഴുതണമെങ്കിൽ കുറച്ച് വാക്കുകൾ കയ്യിൽ വേണ്ടേ? അപ്പോൾ നമുക്ക് ഫാരിസ് ഉപയോഗിച്ചതും നമുക്ക് ആവശ്യമുള്ളതുമായ കുറച്ച് അറബി വാക്കുകൾ നോക്കാം. ഈ ടേബിളിലേക്ക് നോക്കൂ. ത്വലബ് ഇജാസ എന്ന് വെച്ചാൽ ലീവ് ആപ്ലിക്കേഷൻ. ഹുമ്മ, പനി. മുറബി അസഫ്, ക്ലാസ് ടീച്ചർ. തകറും, ദയവായി എന്നൊക്കെ പറയാൻ. പിന്നെ മൻഹ, നൽകുക. ഈ വാക്കുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്താലും മതി. എന്തായാലും ഉപകാരപ്പെടും. ഓക്കെ, സെക്ഷൻ 4, നമ്മുടെ 4 ഘട്ട ഫോർമുല. അപ്പോൾ നമ്മൾ ആ കത്തൊക്കെ കീറിമുറിച്ച് പഠിച്ചില്ലേ? ഇനി അതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഓർക്കാൻ പറ്റുന്ന ഒരു ഫോർമുല ഉണ്ടാക്കാം. വെറും 4 സ്റ്റെപ്പിൽ തീരും. ഇത്രയേ ഉള്ളൂ സംഭവം. സ്റ്റെപ്പ് 1, ഫോർമലായിട്ട് അഭിസംബോധന ചെയ്യുക. സ്റ്റെപ്പ് 2, എന്തിനാണ് ലീവെന്ന് വ്യക്തമായി പറയുക. സ്റ്റെപ്പ് 3, വളരെ പൊളൈറ്റായിട്ട് റിക്വസ്റ്റ് ചെയ്യുക. സ്റ്റെപ്പ് 4, ബഹുമാനത്തോടെ അവസാനിപ്പിക്കുക. ഈ 4 സ്റ്റെപ്പ് ഓർത്തുവെച്ചാൽ മതി, ഏത് ലീവ് ലെറ്ററും നിങ്ങൾക്ക് ഈസിയായി എഴുതാം. അപ്പോൾ അടുത്ത സെക്ഷൻ, 5ാമത്തത്, നമ്മുടെ പുതിയ കഴിവ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഫോർമുല കയ്യിലുണ്ട്, ഇനി അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് കൂടി പഠിക്കണ്ടേ? ഈ ഫോർമുലയുടെ ഒരു ഗുണം എന്താണെന്നറിയോ? ഇതിലെ കാരണം നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഫാരിസ് പറഞ്ഞത് അവന് പനിയാണെന്നാ, അതായത് ഉസിബ്തു ബിസ്സുക്കാം. നിങ്ങൾക്ക് തലവേദനയാണെങ്കിലോ ഉസിബ്തു ബിസ്സുദാ എന്ന് പറയാം. ജലദോഷമാണെങ്കിലോ ഉസിബ്തു ബിസ്സുക്കാം എന്നും. കണ്ടോ? ആ ഒരു വാക്ക് മാറ്റിയാൽ മതി, ബാക്കിയൊക്കെ സെയിം. ഇനി അസുഖം തന്നെ ആവണമല്ല, വേറെ എന്ത് കാര്യത്തിനും ഇത് ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, പരീക്ഷ അടുത്തു, പഠിക്കാൻ ലീവ് വേണം. അല്ലെങ്കിൽ ദുബായിലേക്കൊരു യാത്ര പോകാനുണ്ട്. അപ്പോൾ കാരണം മാത്രം മാറ്റിയാൽ മതി. ബേസിക് സ്ട്രക്ചർ എപ്പോഴും ഒന്നു തന്നെ. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? അപ്പോൾ ഇനി അറബിയിലൊരു ലീവ് ലെറ്റർ എഴുതാൻ നിങ്ങൾ റെഡിയായി. അഭിസംബോധന, കാരണം, അപേക്ഷ, അവസാനിപ്പിക്കൽ. ഈ 4 സ്റ്റെപ്പുകൾ മാത്രം ഓർത്താൽ മതി. ഇപ്പോൾ നിങ്ങൾ ഊഴാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആദ്യമായി അറബിയിലൊരു ലീവ് ലെറ്റർ എഴുതാൻ പോകുകയാണെങ്കിൽ അത് എന്താവശ്യത്തിനായിരിക്കും? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് അടുത്ത തവണ കാണാം.